نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീടും കുടുംബവുമൊക്കെ വളരെ സന്തോഷത്തോടെ ആനന്ദത്തോടെ ആയിത്തീരുവാൻ നമ്മളിൽ ഓരോരുത്തരും എന്തൊക്കെ കാര്യങ്ങളിലാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നിലനിർത്തി പോകേണ്ടത് എന്നതിനെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെയും പ്രവാചകന്റെയും വചനങ്ങളിലൂടെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരൊറ്റ ഭാഗം മാത്രമാണ് പറഞ്ഞത്. നമ്മുടെ ഇണയായി തുണയായി അള്ളാഹു നമ്മൾക്ക് നൽകിയ നമ്മുടെ ഭാര്യമാരെ, അവരുടെ നന്മകളെ, അവർ നമ്മൾക്ക് വേണ്ടി ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ, അധ്വാനങ്ങളെ നമ്മൾ പരിഗണിക്കുകയും നമ്മൾ അവർക്ക് അതിന് സന്തോഷം തിരിച്ചു നൽകുകയും ചെയ്യുക എന്നത് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. സഹോദരങ്ങളെ, ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മളോട് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കുന്ന നമ്മുടെ ഇണയോട്, നമ്മൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന, ഉറക്കമൊഴിക്കുന്ന, നമ്മുടെ വീടിനെയും നമ്മുടെ കുടുംബത്തെയും പരിരക്ഷിക്കുന്ന നമ്മളുടെ ഇണയോട് നമ്മൾ നിർവഹിക്കേണ്ട ഏതാനും ചില കടമകളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. ഇതിൻ്റെ കൂടെ അതിനെക്കുറിച്ച് നമ്മൾ അറിയുകയും പൂർത്തിയാക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഇങ്ങനെയാണ്. നമ്മളോട് അല്ലാഹ് പറയുന്നത് വാചകം ഓരോ കാലത്തും പ്രസക്തമാണ്. വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്. അള്ളാഹിന്റെ വാക്ക് വളരെ കൗതുകമുണർത്തുന്നതാണ്. അവർക്ക് ഭർത്താക്കന്മാരോടുള്ള കടമകളെ പോലെ തന്നെ ഭർത്താക്കന്മാരെ അവർക്ക് ചില അവകാശങ്ങളും ചില ദൗത്യ നിർവഹണങ്ങളും നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് കേട്ടോ. എന്തേ അള്ളാഹ് അങ്ങനെ പറയാൻ കാരണം അറിയോ? മഹാഭൂരിപക്ഷ സംസാരങ്ങളിലും സ്ത്രീകളോട്, സ്ത്രീകൾ ഭർത്താക്കന്മാരോട്, സ്ത്രീകൾ കുടുംബത്തോട്, സ്ത്രീകൾ മക്കളോട്, സ്ത്രീകൾ അമ്മോശം കാക്കയോട്, സ്ത്രീകൾ അമ്മായിമ്മയോട് എന്നതാണ് ഭൂരിപക്ഷവും നിങ്ങൾ കേൾക്കാറുള്ളത്. അള്ളാഹ് നമ്മളോട് പറയണം, പ്രസംഗിക്കുന്നവരെ, പുസ്തകം എഴുതുന്നവരെ, ദീനിൽ ഈ ഭാഗം മാത്രമല്ലട്ടുള്ളത്, അത് പറയുന്ന പ്രസംഗിക്കുന്ന പണ്ഡിതന്മാരോട് വരെ അള്ളാഹ് പറയണം, നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ ഇണകളോട് അങ്ങോട്ട് നിർവഹിക്കേണ്ട കടമകളെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാകണം, ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. ഈ കടമയുണ്ട് എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് എന്താ അറിയോ? ബാപ്പാനോടും ഉമ്മാനോടും മക്കൾക്ക് കടമുണ്ട്, കുടുംബങ്ങളോട് നമ്മൾക്ക് ബാധ്യതയുണ്ട്, അയൽവാസിയോട് നമ്മൾക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് വന്നാൽ അതിന്റെ അർത്ഥം ആ ഉത്തരവാദിത്തം നിർവഹിച്ചാൽ
നമ്മൾക്ക് സ്വർഗത്തിലേക്ക് എത്താം. ആ ഉത്തരവാദിത്തങ്ങളെ നമ്മൾ നിഷ്കാസനം ചെയ്ത് ജീവിച്ചാൽ അള്ളാഹുവിന്റെ അതൃപ്തിക്കും നരകത്തിനും നമ്മൾ വിധേയമാകുമെന്നത് തന്നെയാണ്. എങ്കിൽ അതുപോലെ അള്ളാഹ് പറയാൻ, വിശ്വാസികളെ ഫത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം. ഫത്തഖുല്ലാഹ ഫിന്നിസാ, നിങ്ങളുടെ കൈകൾ പിടിച്ച് നമ്മുടെ വീട്ടിലേക്ക് താൽക്കാലികമായിട്ടെങ്കിലും സ്വന്തം നാടും കുടുംബവും ബാപ്പാനും ഉമ്മാനും താൽക്കാലികമായി ഉപേക്ഷിച്ച് നമ്മളിൽ പ്രതീക്ഷ അർപ്പിച്ച് നമ്മുടെ കൂടെ വന്ന് നമ്മുടെ സ്വകാര്യതയും നമ്മുടെ ജീവിതത്തിന്റെ മുഴുവനും അറിയുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമ്മൾക്ക് കടമയുണ്ട് കേട്ടോ. അത് പരലോകത്ത് സ്വർഗ നരകത്തിന്റെ വിഷയമാണ് കേട്ടോ. അത് ഇസ്ലാമികമായി നമ്മൾ അറിയേണ്ട കാര്യമാണ്. സ്വർഗ നരകത്തിന്റെ വിഷയമാണ് നമ്മുടെ ഭാര്യയോടുള്ള നമ്മുടെ കടപ്പാടുകൾ. അതിലേറ്റവും പ്രധാനമായ 1-2 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഏറ്റവും നല്ല പെരുമാറ്റം അവരോട് പെരുമാറണം എന്നത് തന്നെയാണ്. സഹോദരങ്ങളെ, എന്താണ് ഏറ്റവും നല്ല പെരുമാറ്റം എന്ന് പറഞ്ഞാൽ അറിയോ? ഒരു സഹോദരി വിവാഹം കഴിഞ്ഞു, 4 മാസമേ ഭർത്താവിന്റെ കൂടെ ജീവിച്ചിട്ടുള്ളൂ. ഭർത്താവ് ആക്സിഡന്റിൽ മരണപ്പെട്ടു കഴിഞ്ഞു. 19 or 20 വയസ്സ് മാത്രമാണ് ആ ചെറിയ കുട്ടിക്കുള്ളത്, പെൺകുട്ടിക്കാണ്. അവൾ ഇദ്ദാ കാലഘട്ടം കഴിഞ്ഞ് ഏകദേശം 1 വർഷത്തോളം എത്തിയപ്പോഴേക്കും കുടുംബത്തിലുള്ള ആളുകളൊക്കെ രണ്ടാമത്തെ വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചു. കാരണം നിർബന്ധമാണ്, ചെറിയ പ്രായമാണ്. പക്ഷെ എത്ര സംസാരിച്ചിട്ടും അവൾ സമ്മതിക്കുന്നില്ല. അവസാനം കുടുംബക്കാര് സംസാരിച്ചു, അയലോകക്കാര് സംസാരിച്ചു, മതപണ്ഡിതന്മാർ എന്നുള്ള നിലയിൽ പണ്ഡിതന്മാരായ ആളുകളോട് നമ്മളോട് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞു. ആ പെൺകുട്ടി പറഞ്ഞ വാചകമാണ്, എന്താണ് നമ്മൾക്ക് നമ്മുടെ ഇണയോടുള്ള ഒന്നാമത്തെ ദൗത്യ നിർവഹണം എന്നതിന്റെ ഉത്തരം. അതിനാ പെൺകുട്ടി പറഞ്ഞ വാക്ക്, മൗലവി എനിക്കറിയാം, എനിക്ക് 19-20 വയസ്സാണ്, എന്റെ ഭർത്താവിന്റെ കൂടെ 4 മാസേ ഉള്ളൂ, ഒരു കുട്ടി പോലും ആയിട്ടില്ല, ഞാൻ രണ്ടാമത് വിവാഹം കഴിക്കണം എന്ന് എനിക്കറിയാം. കാരണം എന്റെ ജീവിതത്തിന് ആവശ്യമാണ്, കുടുംബത്തിന്റെ ജീവിതത്തിൽ അവർക്കൊരു ഭാരമായിട്ട് നിൽക്കാനും പാടില്ല. പക്ഷെ നിങ്ങൾ എനിക്കൊരു ഉത്തരം തരണം. എന്താണത്? ഞാൻ രണ്ടാമത് വിവാഹം കഴിച്ചാലും ഞാൻ സ്വർഗത്തിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെ എന്റെ ഒന്നാമത്തെ ഇക്കാക്കാനെ തന്നെ സ്വർഗത്തിൽ കിട്ടും എന്ന് നിങ്ങൾ ഉറപ്പു തരികയാണെങ്കിൽ ഞാൻ രണ്ടാമത് കല്യാണം കഴിക്കാം. സഹോദരങ്ങളെ, ആ വാചകത്തിന്റെ പേരാണ് ദാമ്പത്യം എന്ന് പറഞ്ഞാൽ. അത് വെറുതെണ്ടാണതല്ല, ഞാൻ രണ്ടാമത് കെട്ടിക്കോളാം. പക്ഷേ ഞാൻ എങ്ങാനും മരിച്ച് എനിക്ക് സ്വർഗത്ത് പോകുകയാണെങ്കിൽ അവിടെ എന്റെ ഒന്നാമത്തെ ഇക്കാക്ക മതി എന്ന് പറയണമെങ്കിൽ 4 മാസം കൊണ്ട് 40 കൊല്ലത്തിന്റെ ജീവിതത്തിന്റെ സൗന്ദര്യം അനുഭവിച്ചതാണ്. ഇതാണ് ഖുർആന്റെ ഭാഷ. വആശിറൂഹുന്ന ബിൽ മഅറൂഫ്. വിശ്വാസികളെ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ? നമ്മൾ അവരെ കെട്ടി എന്നതിന്റെ പേരിൽ ഒരു കരയരുത്. നമ്മൾ അവരെ തെരഞ്ഞെടുത്തു എന്നതിന്റെ പേരിൽ അവർക്ക് ദുഃഖമുണ്ടാകരുത്. ഞാൻ അവളുടെ ഭർത്താവായി എന്നതിന്റെ പേരിൽ അവർക്ക് സന്തോഷവർദ്ധനവാണ് ഉണ്ടാകേണ്ടത്. വആശിറൂഹുന്ന ബിൽ മഅറൂഫ്. ഏറ്റവും നല്ല രൂപത്തിലാണ് നമ്മൾ നമ്മുടെ ഭാര്യമാരോട് പെരുമാറേണ്ടത്. ഇക്കാക്കാനോട് ഏറ്റവും നല്ല രൂപത്തിലാണ് പെരുമാറേണ്ടത്. നാട്ടാരോട് അങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് പ്രത്യേകിച്ച് ആയത്വദീസില്ല. കാരണം ഒരു വിശ്വാസിന്റെ ജീവിതം എല്ലാരോടും നല്ല രൂപത്തിലാണ്. പക്ഷെ നമ്മോട് പറയാൻ, നമ്മുടെ ഭാര്യമാരോട് ഏറ്റവും നല്ല രൂപത്തിലാണ് നമ്മൾ പെരുമാറേണ്ടത്. എന്തുകൊണ്ടറിയോ? നമ്മളെല്ലാവരും അറിയേണ്ട ഒരു കാര്യമുണ്ട്. നിസ്കാരം, നോമ്പും ദിക്റും ദുആകളും മാത്രമൊന്നല്ല ഇസ്ലാമിൽ പുണ്യം. ഭർത്താക്കന്മാരെ അറിയണം, നമ്മൾ ശരിക്കറിയണം. നമ്മൾ നമ്മുടെ ഭാര്യയുടെ കൂടെ ഇരിക്കണതിന് അള്ളാന്റെ പക്കൽ സ്വർഗം കിട്ടും. ഞാൻ എന്റെ ഭാര്യയോട് തമാശ പറഞ്ഞിന് പടച്ചോന്റെ മീസാനിൽ കനം തൂങ്ങും. ഞാൻ എന്റെ ഭാര്യയെ ഉമ്മ വെക്കുന്നതിന് അള്ളാഹുവിന്റെ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ എന്റെ മക്കളെയും പെണ്ണുങ്ങളെയും കൂട്ടിപ്പിടിക്കണേന് അള്ളാഹുവിന്റെ പക്കൽ സ്വർഗം കിട്ടുന്ന കാര്യമാണ്. ഇത് വെറുതെ പറഞ്ഞ വാചകല്ല. പ്രവാചകന്റെ വാക്ക് എന്താറിയോ? നമ്മളെ ആനന്ദഭരിതമാക്കും. പ്രവാചകന്റെ വാക്ക്, വലക ഫീ കുല്ലി നഫഖത്തിൻ തുൻഫിഖുഹാ ഫീ സബീലില്ലാഹി അജ്റുൻ. ഒരാൾ ഒരു ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ, ഒരു ഉരുള കൊടുക്കുകയാണെങ്കിൽ അതിന് പടച്ചോന്റെ കയ്യിൽ നിന്ന് കൂലുണ്ട്. ഇങ്ങോട്ട് അള്ളാഹുവിന്റെ റസൂൽ പറയട്ടോ, ഹത്തൽ ലുഖ്മത തജ്അലുഹാ ഫീ ഇംറഅതിക്. എടാ, നമ്മൾ നമ്മുടെ ഭാര്യയുടെ വായിലേക്ക് ഒരു മിഠായി, ഒരു ഉരുള ഭക്ഷണം, എന്തെങ്കിലും നമ്മൾ കൊടുക്കുകയാണെങ്കിൽ സ്വർഗം കിട്ടുന്ന കാര്യമാണ് കേട്ടോ. സ്വർഗം കിട്ടുന്ന കാര്യമാണ്. നമ്മളും നമ്മുടെ ഭാര്യയും 2 നേരം 2 മിനിറ്റ് വർത്താനം പറഞ്ഞിട്ട് പരസ്പരം കൈകൾ കൊടുക്കുമ്പം നോക്കുമ്പം റസൂലുള്ളാഹിന്റെ ഹദീസ് എന്താ അറിയോ? നളറല്ലാഹു ഇലൈഹിമാ നളറത്തുർ റഹ്മ. കാരുണ്യത്തിന്റെ കവാടങ്ങളുമായി അല്ലാഹ് ആ ഭാര്യയെയും ഭർത്താവിനെയും അല്ലാഹ് നോക്കും. പടച്ചോൻ നമ്മളെ നോക്കും. ഇഷ്ടത്തിൽ, സ്നേഹത്തിൽ അവരുടെ കല്യാണങ്ങൾ നടത്തിയത്
പടച്ചവൻ നൽകിയ അനുഗ്രഹമാണ് എന്ന മട്ടിൽ നമ്മൾ നമ്മുടെ ഭാര്യയുടെ കൂടെ ഇരിക്കുന്നതിന്, അവരോട് സംസാരിക്കുന്നതിന്, അവരുമായി പെരുമാറുന്നതിന് പടച്ചോന്റെ ഇഷ്ടമുണ്ടാകും. എന്തിനേറെ സഹോദരങ്ങളെ, നമ്മുടെ പരസ്പരം സന്തോഷത്തിന്റെ ഏറ്റവും വലിയ അവസ്ഥയാണ് നമ്മുടെ ശാരീരികമായ പരസ്പരമുള്ള ഇഷ്ടവും ബന്ധപ്പെടലും. പ്രവാചകന്റെ വാക്കെന്താണ്? കാനലഹു അജർ, അതിന് വരെ അള്ളാഹുവിന്റെ പ്രതിഫലം ഉണ്ടാകും. ദാമ്പത്യത്തിൽ മാത്രം അള്ള നൽകുന്ന സ്വർഗത്തിന്റെ കവാടാണ്. ഞാൻ എന്തിനത് പറയണമെന്നറിയോ? ഇബാദത്തുകളിലും നിസ്കാരങ്ങളിൽ നോമ്പിലും മാത്രമല്ല സ്വർഗമുള്ളത്. അവനാന്റെ ഭാര്യമാരോട് ഏറ്റവും മാന്യമായി, മക്കളോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നതിനാണ് അള്ളാഹുവിന്റെ പക്കൽ സ്വർഗം ഉണ്ടാകുക. ഇവിടെ ഇതിന്റെ നേരെ വിപരീതമായി ആയാൽ, നേർക്ക് നേരെ പറയാണ്, ആരാധന ഉണ്ടെങ്കിലും സ്വന്തം ഇണകളോട് ഏറ്റവും മോശമായി പെരുമാറുന്നതിന് പടച്ചോന്റെയൊക്കെ കുറ്റുണ്ടാകും. ഞാൻ ഇന്നും ആലോചിക്കാൻ, നിക്കാഹ് നടക്കുമ്പോഴേ ഒരു വാപ്പ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം വാപ്പ ഇങ്ങനെ കണ്ണുന്ന് ഇങ്ങനെ കണ്ണീര് വരുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ കൈ പിടിച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ടോ, എന്തേ ഇപ്പൊ നിങ്ങൾ കരയണത് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ വാക്കെന്തറിയോ? എന്റെ മോളിനെ വിട്ടു പോകാണല്ലോ എന്ന് ആലോചിക്കുമ്പോ ഒരു സങ്കടമുണ്ട്. അടുത്ത വാക്കെന്തറിയോ? എനിക്ക് 2 പെൺകുട്ടികളെ മൗലവി, ഒന്നാമത്തോളം ഞാൻ ഇതുപോലെ കല്യാണം കഴിപ്പിച്ച് പറഞ്ഞയച്ചതാണ്. പക്ഷെ ഇന്ന് വരെ 5 കൊല്ലായി എന്റെ കുട്ടിക്കൊന്നും സമാധാനത്തിൽ ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. 3 മദ്യം പറഞ്ഞു. ഇപ്പോഴും അടിയും ചവിട്ടും കുത്തും തന്നെയാണ്. പടച്ചോനെ, അതേമാതിരി അവസാനത്തെ എന്റെ ഈ കുട്ടിക്കും ഇതുപോലെ തന്നെ അവസ്ഥ ഉണ്ടാകുമോ എന്ന് ആലോചിച്ചിട്ട് കരയാണ്. കല്യാണത്തിന്റെ അന്നൊരു ബാപ്പ കരയണമെങ്കിൽ, കല്യാണത്തിന്റെ അന്നൊരു ഉമ്മച്ചി കരയണമെങ്കിൽ സാധാരണ നൊലോളിയാവില്ല. അങ്ങനെ ഉണ്ടാകരുത് നമ്മുടെ ഭാഗത്തുനിന്ന്, അങ്ങനെ ഉണ്ടാകരുത്. കുടുംബത്തിന് വിവാഹവുമായി ബന്ധപ്പെട്ട് ഉറപ്പിക്കൽ നടന്നു. ഉറപ്പിച്ച് ഡേറ്റൊക്കെ ഉറപ്പിച്ചതിന് ശേഷം പെൺകുട്ടിന്റെ അമ്മ ഇങ്ങനെ വന്നിട്ട് വിവാഹം കഴിക്കാൻ പോകുന്ന യുവാവിനോട് എടുത്തുനിന്നിട്ട് ഇങ്ങനെ വന്നിട്ട് പറയാൻ, മോന്റെ കുടുംബത്തിലേക്ക് വരികയാണ്. ഒറ്റ കാര്യ പറഞ്ഞത്, മോന്റെ കഞ്ഞി ഒന്നുമില്ലെങ്കിലും മോനെ ഞങ്ങൾ നല്ലപോലെ നോക്കും. പക്ഷെ ഞങ്ങളെ കുടുംബത്തിൽ നല്ല ഒരു മരുവനായി മകനായിട്ട് മോൻ ഉണ്ടാകണട്ടോ. അപ്പൊ ഞങ്ങൾ സൈഡിലുണ്ട്. ഞങ്ങൾ ഇത് എന്താണ് ഈ പറയണത്? അതിന് അമ്മ പറഞ്ഞ വാക്ക് പാവരുമ്മ. അമ്മ വന്നിട്ട് പറയാൻ, അവളുടെ മൂത്തോളെ ഇതേപോലെ നിസ്കാരം നോമ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ ഒരാൾക്ക് കല്യാണം കഴിപ്പിച്ച് വിട്ടതാണ്. 2 മാസം കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിനോട് തെറ്റി. ഇന്ന് വീട്ടിക്ക് വരെ വരൂല. വെറും ഉപദ്രവാൻ, ശാരീരികമായും മാനസികമായും ഉപദ്രവാൻ. ഒന്നാമതോ ഞങ്ങൾക്കൊരു കുട്ടിയില്ല, ആൺകുട്ടിയില്ല. രണ്ടാമതായിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന മരുമകൻ ഇങ്ങനെയായി. 2 ആളും ഞങ്ങൾക്ക് പോയിക്കണ്. മോനെ ഈയെങ്കിലും കുട്ടിയായിട്ട് വീട്ടിക്ക് വരണട്ടോ. സോ ഇങ്ങനെ കണ്ണുനീര് കുടിപ്പിക്കുന്നുണ്ടെങ്കിൽ പ്രവാചകൻ നമ്മളെ വിളിച്ച പേര്, അങ്ങനെ ചെയ്യുന്നവനെ വിളിച്ച പേരെന്താ അറിയോ? ലഈം എന്നാണ്. ലഈം എന്നാണെന്താ അറിയോ? മോശക്കാരൻ, വൃത്തികെട്ടവൻ, നെറികെട്ടവൻ എന്നാണ്. അങ്ങനെ നമ്മൾ ഉണ്ടാകരുത്, ഒരു കാരണവശാലും ഉണ്ടാകരുത്. സഹോദരങ്ങളെ, നമ്മളെ കല്യാണം കഴിച്ചു എന്നതിന്റെ പേരിൽ ഒരു കരയാൻ പാടില്ല. നമ്മൾ കൂട്ടിക്കൊണ്ടുവന്നു എന്നതിന്റെ പേരിൽ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ തഹജ്ജുദിൽ കണ്ണുനീരി വീടാൻ പാടില്ല. ഒരു കാര്യം, എത്രയോ മനുഷ്യന്മാരുണ്ട് നമ്മളങ്ങനെ ആകാതെ കനട പറഞ്ഞ് സാഡിസ്റ്റ് മനോഭാവാണ്. കരീപ്പിക്കണിയിൽ സന്തോഷം, കുറ്റം പറഞ്ഞിൽ സന്തോഷം, ബാപ്പാനും എളാപ്പാനും വളർത്തിന്റെ എല്ലാത്തിനും ചീത്ത പറഞ്ഞ് അടിമയാക്കി അവനാന്റെ വീടിന്റെ സൈഡിലാക്കണിൽ സന്തോഷം അനുഭവിക്കുന്ന ആളുകൾ. പ്രവാചകന്റെ വാക്ക് നമ്മൾക്കെല്ലാവർക്കും സുപരിചിതമായ പ്രവാചകന്റെ വാക്കാണ്. ഫത്തഖൂ അള്ളുലും, ഖുർആന്റെ ആയത്തെ പ്രവാചകൻ ഉദ്ധരിച്ച്, ബാക്കിയുള്ളവനെ എടങ്ങേറാക്കണം നിങ്ങൾ ശരിക്ക് കരുതണം കേട്ടോ. എന്തേ കാരണം അറിയോ? ഫഇന്ന ളുലുമ ളുലുമാതുൻ യൗമൽ ഖിയാമ, പരലോകത്ത് ഓരോ ചീത്തക്കും, ഓരോ അടിക്കും, ഓരോ തൊഴിക്കും, ഓരോ തെറിയഭിഷേകത്തിനും നിങ്ങൾക്ക് ഇരുട്ടുകളാണ് പരലോകത്തുണ്ടാകുക. നിസ്കാരകനെ പൊളിഞ്ഞു പോകും, തഹജ്ജുദ് പൊളിഞ്ഞു പോകും, ബാക്കിയുള്ളവനെ സഹായിച്ചത് പൊളിഞ്ഞു പോകും. കാരണം നമ്മുടെ ഇണയോട് ഏറ്റവും മോശമായി പെരുമാറിയതിന് പരലോകത്ത് കുറ്റുണ്ടാവും. നമ്മളെ അറിയേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ വീട്ടിൽ പല വീട്ടിലും പല ഭാര്യമാരും താമസിക്കുന്നതേ ഇഷ്ടത്തിൽ ജീവിക്കല്ല. പിന്നെന്താ അറിയോ? തിരിച്ചു പോകാൻ ഒരു വീടില്ലാത്തതിന്റെ പേരിൽ സഹിച്ച് ജീവിക്കുന്ന ഭാര്യമാരുണ്ട്. തിരിച്ചു പോകാൻ തറവാടില്ല, ബാപ്പിമി മരിച്ചോയി, അതുകൊണ്ട് പോകാൻ വീടില്ലാത്തോണ്ട് അവനാന്റെ കൂടെ ജീവിക്കുക. പിന്നെന്താ അറിയോ? വീടുണ്ട്, തറവാടുണ്ട്, അനിയത്തിമാരെ കെട്ടിക്കാണ്ട്. വാപ്പാക്ക് ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. ഇവിടുന്നെങ്ങാനും ഞാൻ എന്റെ പ്രയാസത്തിന്റെ പേരിൽ തിരിച്ചു ചെല്ലുമ്പം എന്റെ വാപ്പാക്കെങ്ങാൻ 2ാമത് നെഞ്ചുവേദന ഇളകിയാൽ ബാപ്പ മരിക്കാൻ കാരണമാകും. അതുകൊണ്ട് ഞാൻ അടികൊണ്ടോണ്ട് ബാപ്പ മരിക്കരുത്. തിരിച്ചെന്നാൽ എന്റെ ഉമ്മക്ക് ഉറക്കുണ്ടാവില്ല, എന്റെ ഉമ്മ ഉറങ്ങാതെക്കരുത്, ഞാൻ അടികൊണ്ടോണ്ട് എന്ന് തീരുമാനിച്ചിരിക്കുന്ന എത്രയോ പെൺകുട്ടികളുണ്ട്, സഹോദരിമാരുണ്ട്. ഞാനെങ്ങാനും തിരിച്ചു പോയാൽ
കെട്ടിച്ചു വന്ന വീട്ടിലെ കെട്ടിച്ചവിടത്തുനിന്ന് തിരിച്ചു വന്നിട്ടുണ്ട് എന്ന ചീത്തപ്പേരിന്റെ പേരിൽ അനിയത്തിമാർക്ക് കല്യാണം ഉണ്ടാവില്ല, അവനവന്റെ ആങ്ങളമാർക്ക് കല്യാണം ഉണ്ടാവില്ല എന്ന പേരിൽ സങ്കടങ്ങളുമായി പടച്ച തമ്പുരാനിൽ തവക്കുൽ ചെയ്ത് സ്വർഗത്തിന് വേണ്ടി ജീവിക്കുന്ന സഹോദരിമാരുണ്ട്. അങ്ങനത്തെ ഒരു വീട്ടിലെ നല്ല മക്കളല്ല ഉണ്ടാക്കൂല, അങ്ങനത്തെ ഒരു വീട്ടിലെ പൈസക്കല്ല ബർക്കത്ത് കൊടുക്കൂല, അങ്ങനത്തെ വീട്ടിലെ കുടുംബത്തിൽ പടച്ചോൻ സമാധാനം സന്തോഷം നൽകൂല. അതുകൊണ്ട് ഭർത്താക്കന്മാരെ, നമ്മൾ അറിയേണ്ടത് നമ്മുടെ കൂടെയുള്ള ഇണയോട് ഏറ്റവും നന്നായി പെരുമാറുന്നത് നമുക്ക് സ്വർഗാണെന്ന് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ ഒരു കാര്യം അതിന്റെ കൂടെ നമ്മൾക്ക് ഉണ്ടാകേണ്ടത്, നമ്മുടെ ഭാര്യമാരോട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വത്തിൽ രണ്ടാമത്തത് ഒരു സുരക്ഷിതത്വ ബോധം അവർക്ക് നമ്മൾ കൊടുക്കുക എന്നാണ്. അതിനാണ് നമ്മളെ പുതിയ ഭാഷയിൽ കെയറിംഗ് ഒക്കെ പറയില്ലേ, നിങ്ങൾ എന്നെ കെയർ ചെയ്യണമെന്നൊക്കെ സഹോദരിമാർ പറയില്ലേ, എന്തായിക്കോ ഒരു സുരക്ഷിതത്വ ബോധം. അതെന്താന്ന് വെച്ചാൽ നമ്മൾ അവരുടെ കൂടെയുണ്ട് എന്നത് അവർക്കൊരു ധൈര്യം ഉണ്ടാകണം. സാമ്പത്തിക മേഖല പ്രത്യേകിച്ചും എന്തായി പറയാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരെയാണ് ആണ് എന്ന് വിളിച്ചറിയോ? യുവാക്കൾ എല്ലാവരും കേൾക്കണത്, അല്ല ഒരാളാണെന്ന് വിളിച്ചു. ആരെയാണ്? മീശ അങ്ങനെ തിരിച്ചുവാൻ ആണാണ് ആണോ? അങ്ങനെയാണ് അല്ല പറഞ്ഞത്? സോളെ അല്ല. പിന്നെ ജിമ്മിൽ പോയിട്ട് 4-5 സിക്സ് പാക്ക് ഉണ്ടോക്കെ ആനാണ്, അങ്ങനെയാണോ? അല്ല. അരിജാലു അല്ല പറയൻ അവനാണാണ്, അവനാണാണ്, അവനാണ് തന്റെ ഇടമുള്ള ചങ്കൂറ്റമുള്ള ആണ്. അർരിജാലു ഖവ്വാമുൻ അലൻ നിസാ ബിമാ ഫദ്ദലല്ലാഹു ബഅദുഹും അലാ ബഅദ് വബിമാ അൻഫഖു മിൻ അംവാലിഹിം. സ്വന്തം അവനവന്റെ കഴിവനുസരിച്ച് കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച് ആ പണം കൊണ്ട് കുടുംബത്തെ നോക്കുന്നവൻ അവനാണ്. ഇതെന്തേ അള്ള പറയാൻ കാരണം അറിയോ? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭാര്യയുടെയും മക്കളുടെയും അവകാശമാണ് അവരെ നമ്മൾ നോക്കുക എന്നുള്ളത്. അവരെ നമ്മൾ നോക്കുക എന്നുള്ളത് ഖുർആന്റെ ആയത്താണ്, പ്രവാചകന്റെ ഹദീസാണ്. അൻഫിഖ് അലൈഹിന്ന ഫഇന്ന ലഹുന്ന അലൈക റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽ മഅറൂഫ്. അവനാന്റെ ഭാര്യക്കും മക്കൾക്കും ഭക്ഷണത്തിനും വസ്ത്രത്തിനും പൈസ ഉണ്ടാക്കുക എന്നത് ഭർത്താക്കന്മാരെ നമ്മളിൽ നിന്ന് അവർക്ക് കിട്ടേണ്ട അവകാശമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഈ പള്ളിയിൽ എല്ലാം നമ്മുടെ കുടുംബത്തിൽ കഠിനാധ്വാനം ചെയ്യുന്ന പുരുഷന്മാർ ജോലിക്ക് പോകുന്നു, കഠിനാധ്വാനം ചെയ്യുന്നു, വെയിലൊള്ളുന്നു. അള്ളാഹു നമ്മൾക്കെല്ലാവർക്കും അനുഗ്രഹങ്ങൾ ചൊരിയുമാറാകട്ടെ. എന്നാൽ കൂടെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. അതെന്താ അറിയോ? പഴയ തലമുറയിലെ നമ്മുടെ ഉപ്പമാരും വെല്ലിപ്പമാരും കഠിനാധ്വാനം ചെയ്യുന്നു. പക്ഷെ ഞാനടക്കമുള്ള പുതിയ തലമുറയിലെ ആളുകൾ അവനവന്റെ സമ്പത്ത് കൊണ്ട് കുടുംബത്തെ നോക്കുന്ന വിഷയത്തിൽ ചില കാഴ്ചപ്പാടുകളുടെ തെറ്റുകൾ കൊണ്ടോ ഈഗോകൾ കൊണ്ടോ നാട്ടിലുണ്ടാക്കിയ സിസ്റ്റം കൊണ്ടോ പിന്നിലേക്ക് വരുന്നു എന്നത് ചിലരിലെങ്കിലും കാണുന്നു എന്നത് സങ്കടാണ്. എന്താ അറിയോ? അവനാൻ വിചാരിച്ച ജോലി കിട്ടിയില്ല, ശ്രമിക്കണം കേട്ടോ, പക്ഷെ കിട്ടിയില്ല. കിട്ടും വരെ അവനാന്റെ പെണ്ണുങ്ങളെയും കുട്ടികളെയും പട്ടിണിക്കിട്ട് ഇങ്ങനെ ജീവിക്കുക. എന്നിട്ട് എന്താ പറയുക, ഞാനതിന് പോവില്ല, ഞാനാ പണിക്ക് പോവില്ല, ഞാൻ ഇതുവരെ എങ്ങനെയാണ്. എന്നിട്ട് അവളെന്താ അറിയോ? അവൾ ആദ്യം ബാപ്പാന്റെ അടുത്ത് പോവുക, കെഞ്ചുക, എന്നിട്ട് ബാപ്പാന്റെ മുഴുവൻ കൊണ്ടുവരിക. അത് കഴിഞ്ഞിട്ട് ആങ്ങളന്റെ അടുത്തേക്ക് പോവുക, കൂട്ടുകാരുടെ അടുത്ത് പോവുക. അവളുമായി ബന്ധപ്പെട്ടത് വിറ്റ് പൊറുക്കി വീട്ടുകാരോട് ചോദിച്ച്, ഇവനിവിടെ ഞാൻ ഇത്രയും കാലം പഠിച്ചതല്ലേ, ഞാൻ ഇന്ന കോഴ്സ് കഴിഞ്ഞല്ലേ. നമ്മള് ആർക്കാണ് അവനവന്റെ ജീവിതത്തിൽ ആഗ്രഹിച്ച ജോലി കിട്ടണം എന്ന് തൃപ്തിയില്ലാത്തത്? പടച്ചോന്റെ വിധി ഉണ്ടാവും ചിലപ്പം. അത് കിട്ടുന്നത് വരെ പരിശ്രമിക്കുക. അതോടൊപ്പം അവനവന്റെ കുടുംബത്തെ നോക്കാനുള്ള വരുമാനത്തിന് കുറച്ച് താഴ്ത്തിക്ക് ഇറങ്ങേണ്ടി വരും. അതിൽ ആർക്കാ സംശയം? അല്ലാത്ത കല്യാണം കഴിക്കാൻ പാടില്ല. ഞാൻ എന്റെ കുറ്റല്ല പറഞ്ഞത്, അല്ല, റസൂലുള്ളാഹിന്റെ വാക്കാണ്. യാ മഅശറ ശബാബ്, പുരുഷന്മാരെ, മനിസ്തതാഅ മിൻകുമുൽ ബാഅ, ഒരു സഹോദരിയെ പോറ്റുവാനും ശാരീരികമായി സംതൃപ്തിപ്പെടുത്തുവാനും കഴിയുമ്പോഴാണ് ഫല്യതസവ്വജ്, അപ്പോൾ നിങ്ങൾ കല്യാണം കഴിക്കണം. ഇതിന്റെ അർത്ഥം എന്താ സോങ്ങളെ? എന്താ എല്ലാം കഴിഞ്ഞിട്ടെന്നല്ല, മറിച്ച് മിനിമം അവനാന്റെ പെണ്ണുങ്ങൾക്ക് ഒരു 500 രൂപയ്ക്ക് ജീവിക്കാൻ ഒരു വരുമാനത്തിന് വേണ്ടി അധ്വാനിക്കാൻ ഇറങ്ങണം. ഞാൻ വിചാരിച്ച കിട്ടിയില്ല, അവനാന്റെ ഗൾഫിൽ നിന്നോ നാട്ടിലോ ജോലി ഉണ്ടാവും, എന്തെങ്കിലും കാരണം കൊണ്ട് ഈ ജോലി താഴ്ന്നിട്ടുണ്ടാവും, താഴും, ചിലപ്പോ ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. താന്നിക്ക് ഞാൻ പോവില്ല, നമുക്ക് പറഞ്ഞ് എത്ര കാലം ജീവിക്കാം. എന്നിട്ട് അതിന്റെ പേരിൽ അവനവന്റെ ഭാര്യമാരെ ജോലിക്കുന്ന വിഷയമായിട്ട് പറഞ്ഞ് അവനാൻ അധ്വാനിക്കാൻ മടി കാണിച്ചിട്ടും അവനവൻ അധ്വാനിക്കുന്നതിൽ ഈഗോ കാണിച്ചിട്ടും അവനാന്റെ പെണ്ണുങ്ങളെ അതിന്റെ പേരിൽ ജോലിക്ക് പറഞ്ഞയച്ച് വീട്ടിൽ ആ പൈസ കൊണ്ട് തിന്നുവീർത്ത് ജീവിക്കാൻ പറഞ്ഞ മാനം കെട്ട ഏർപ്പാട് തന്നെയാണ്. അത് വൃത്തികെട്ട ഏർപ്പാടാണ്. പ്രവാചകന്റെ വാക്കെന്തറിയോ? കഫാ ബിൽ മർഇ
ഒരു മനുഷ്യൻ ഇത് മതി, ഇസ്മൻ പരലോകത്ത് കുറ്റമാകാൻ, അവനാന് ചെലവിന് കൊടുക്കുന്ന ആൾക്കാർക്ക് ചെലവിന് കൊടുക്കാതെ പാരമ്പര്യം പറഞ്ഞ് വല്യർത്താനം പറഞ്ഞ് ഞാൻ താഴ്ത്തിക്കിറങ്ങൂല, കിട്ടിയനെ പോകുള്ളൂ, ഇന്റെ കാല് വേദന നിനക്കറിയില്ല, കൈ വേദന എന്നറിയില്ലേ, എന്നിട്ട് കാലാകാലം ന്യായം പറഞ്ഞ് കുടുംബത്തെ പട്ടിണിക്കിടുക എന്നത് ഗുരുതരമായ തെറ്റ ഇസ്ലാമിൽ. ഇതെന്തിനാ പറയണറിയോ? നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരു പെൺകുട്ടിക്ക് അവരുടെ കുടുംബത്തിന് നമ്മളിൽ നിന്ന് സന്തോഷം ഉണ്ടാകണം. നമ്മൾക്ക് എല്ലാവർക്കും അറിയണ കാര്യമാണ്. എന്താ അറിയോ? നമ്മൾ അധ്വാനിച്ചു. ഞാൻ ഭർത്താക്കന്മാരായ നമ്മളോട് പറയണം, നമ്മൾ അധ്വാനിച്ചു, എത്തണില്ല. അങ്ങനെ ഉണ്ടാവും, ചിലപ്പം എത്തണില്ല. അത് പെൺകുട്ടിയുടെ കുടുംബക്കാർക്ക് അറിയും. നമ്മൾ പെൺകുട്ടിന്റെ വാപ്പാണ് പോയിട്ട് നോക്കി, ഇപ്പാ ഞാൻ പണിയെടുത്തിട്ട് ഇത്ര കിട്ടണ്, കടം വീട്ടി വരുമ്പോ എത്രയാണ് ആകണ്, അതുകൊണ്ടാട്ടോ. സോ ആ കുടുംബം നോക്കും നമ്മളെ. പക്ഷെ നമ്മൾ അധ്വാനിക്കാൻ ഇറങ്ങണ്ടേ? നമ്മൾ പാരമ്പര്യം പറഞ്ഞിട്ടും ഇന്റെ ജോലി ഇതാണ്, ഞാൻ പഠിപ്പതാണ് എന്ന് പറഞ്ഞിട്ടും അവനാന്റെ പെൺകുട്ടികളെയും കുടുംബത്തെയും എടങ്ങേറാക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, അത് ദുൽമാണ്, അക്രമാണ്. അവനാന്റെ ജീവിതത്തിൽ കാണിക്കുന്നത് പോലെ നന്ദി കാണിക്കേണ്ടവരാണ് ഇവര്. അവിടെ നമ്മൾ തെറ്റുകാരായി മാറരുത്. രണ്ടാമത്തെ കാര്യമാണ്. മൂന്നാമത്തെ സംഗതി അറിയോ? ഞാൻ എണ്ണി പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ. മൂന്നാമത്തത്, നമ്മുടെ ഭാര്യമാർക്ക്, നമ്മുടെ കുടുംബത്തിന് നമ്മുടെ ജീവിതത്തിൽ കുറച്ച് സമയെങ്കിലും അവർക്ക് വേണ്ടി ചെലവഴിക്കാൻ ബോധപൂർവം നമ്മൾ സമയം കണ്ടെത്തണം. നമ്മളെല്ലാവരും ബിസിയുള്ള ആൾക്കാരാണ്, ഒരു സംശയമില്ല. ഈ ബിസി മൊത്തം നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്, അതിലും സംശയമില്ല. അതൊക്കെ നമുക്ക് അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ബിസിയൊക്കെ തീർന്ന്, നമ്മുടെ കട്ടപ്പാടൊക്കെ തീർന്ന്, നമ്മളെല്ലാം നേടിയെടുത്ത് വീട്ടിൽ എത്തുമ്പോൾ വീടും പെണ്ണുങ്ങളും കുട്ടികളും നമുക്ക് ഓപ്പോസിറ്റ് ആകരുത്. അതിനൊരു പ്രയോറിറ്റി ഉണ്ടാവണം ജീവിതത്തിൽ. എവിടൊക്കെ എന്തൊക്കെയാണ് സഹോദരങ്ങളെ, നേർക്കുനേരെ പറയുകയാണെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ബിസിയുള്ള ആളാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിനെ പറ്റി പറയട്ടോ. കാനൻ നബി, ഫാത്തിമ ബീവി, ആയിഷ ബീവി പറയാൻ, ഞങ്ങളുടെ നബി യത്തഖിഉ ഫീ ഹജ്രി വഅന ഹായിൽ, ഞാൻ മാസമുറയുണ്ടായി വീട്ടിൽ ഇങ്ങനെ ക്ഷീണിച്ച് കിടക്കുമ്പം നബിന്റെ അടുക്കലേക്ക് വരും. എന്നിട്ട് നബി എന്റെ മടിത്തട്ടിൽ പ്രവാചകന്റെ തല വെച്ച് പ്രവാചകൻ കിടക്കും. എന്നിട്ട് ഇങ്ങനെ ഉഴിഞ്ഞുവരും, സാരല്ലട്ടോ, കുഴപ്പമില്ലട്ടോ. എന്തിനാ പറയണമെന്നറിയോ? നേരത്തെ പറഞ്ഞതാണ്, നമ്മുടെ ഭാര്യമാരുടെ കൂടെ, നമ്മുടെ മക്കളുടെ കൂടെ നമ്മൾ ഇരിക്കണീന് സ്വർഗമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾക്ക് തീരാവുന്ന പ്രശ്നമുള്ളൂ. സമയം നമ്മൾക്ക് അങ്ങാടിയിൽ ഇരിക്കാനുണ്ടെങ്കിൽ, പൊതുപ്രവർത്തനത്തിനുണ്ടെങ്കിൽ, സംഘടനാ പ്രവർത്തനത്തിനുണ്ടെങ്കിൽ, നാട്ടിലത്തെ ബാക്കിയുള്ളവരെ സഹായിക്കാനുണ്ടെങ്കിൽ, നമ്മുടെ കൂടെ നമ്മുടെ ജീവന്റെ പകുതിയായി നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഭാര്യമാർക്ക് ഒരു ജീവിതത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും സമയം ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അവിടെ നമ്മൾ ബിസി ആയാൽ, പുതിയ കാലഘട്ടത്ത് നേർക്കുനേരെ രക്ഷിതാക്കളോട് പറയാണ്, ഭർത്താക്കന്മാരോട് പറയാണ്, നമ്മളിൽ നിന്ന് അവർക്ക് കിട്ടേണ്ടത് ആ അരമണിക്കൂർ കൊണ്ട് സന്തോഷമാണ്. നമ്മൾ കൊടുത്തിട്ടില്ലേ? സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്ത് വീട്ടിന്റെ അകത്തളങ്ങളിലേക്ക് മറ്റുള്ളവരുടെ വീഡിയോകളും ഓഡിയോകളും അവരുടെ കുടുംബത്തിന്റെ അകത്തളങ്ങളും സ്വന്തം വീട്ടിന്റെ ഉള്ളിലേക്ക് വരുന്ന ഈ കാലഘട്ടത്ത് നമ്മൾ അവരെ പരിഗണിക്കണില്ലെങ്കിൽ, നമുക്ക് അവരോട് വർത്താനം പറയാൻ നേരില്ലെങ്കിൽ, അവിടെ സങ്കടങ്ങൾ കേൾക്കാൻ നമുക്ക് ഒഴിവില്ലെങ്കിൽ, അതിനുവേണ്ടി വലവിരിച്ച് കാത്തിരിക്കുന്നവരുടെ കെണിയിൽ, വിഡ്ഢിത്തത്തിലെങ്കിലും ഹറാമിലെങ്കിലും നമ്മുടെ കുടുംബം വന്നു ചേരും. എത്ര ആൾക്ക് പരിചയമുണ്ട്, എത്ര ആൾക്ക് അനുഭവമുണ്ട്. വലിയ കുടുംബങ്ങളിൽ, ധനാഢ്യ കുടുംബങ്ങളിൽ, ആഡംബരത്തിൽ ജീവിക്കുന്ന കുടുംബങ്ങളിൽ അവിഹിത ബന്ധങ്ങളുടെ തുടക്കം എന്താ അറിയോ? ബിസി. ഒറ്റ വാക്കതാണ്, ഭർത്താക്കന്മാരെ ബിസി. രണ്ട് ഈഗോ. എന്താ അറിയോ? ഞാൻ എന്റെ പെണ്ണുങ്ങളെ കാര്യം നോക്കാത്ത ആളാണ് എന്നിങ്ങനെ വരുത്തി തീർക്കുക. ഭയങ്കര സംഭവം നമ്മളെ നാട്ടില്. കല്യാണ പേരിക്ക് പോകുക, ബാക്കിയുള്ളവരെ ചോറൊക്കെ ഇങ്ങനെ നോക്കുക, അവിടെ കിട്ടിയില്ലേ, ഇവിടെ കിട്ടിയില്ലേ, അവനാന്റെ പെണ്ണുങ്ങളെ ഓളെവിടെയെങ്കിലും പോയി തിന്നോളും, അതൊരു വലിയ വർത്താനാണ്. ഞാൻ എന്റെ പെണ്ണുങ്ങളെ കാര്യം നോക്കൂല എന്നുള്ള വലിയ വർത്താനം. ഞാൻ എന്റെ മക്കളെ കാര്യം തിരിഞ്ഞു നോക്കാതെ ബാക്കിയുള്ളവരെ കാര്യം നോക്കുന്നതിന്റെ വലിയ വർത്താനം. അതുകൊണ്ടാ പറഞ്ഞത് ജാഹിലിയത്താണ്, ജാഹിലിയത്ത്. അതുകൊണ്ട് എന്താ സംഭവിക്കണറിയോ? വീട്ടിലേക്ക് വരുന്നവർ സുഖല്ലേ എന്ന് ചോദിക്കുമ്പം എന്റെ കാര്യം നോക്കാൻ ഇന്റെ ഇക്കാക്ക ഇതുവരെ ചോദിക്കാത്ത ചോദ്യം മറ്റൊരാൾ ചോദിച്ചു. ശൈത്താൻ ഇടപെടും. ഫോണിൽ കൂടെ കരയുന്ന സമയത്ത് നമ്മൾ വീട്ടിക്ക് വന്നിട്ട് നമ്മളോട് അവളൊരു കാര്യം പറയുമ്പം നമ്മൾ പരിഗണിച്ചിട്ടില്ലെങ്കിൽ പരിഗണിക്കാൻ വേണ്ടി ചൂണ്ടയുമായി തോന്നിവാസത്തിനിറങ്ങുന്നവരുടെ ചൂണ്ടയിൽ
ശൈത്താൻ നമ്മുടെ കുടുംബത്തെ കൊത്തിക്കും. ഇത്ര ഒരു മിമ്പർമെന്ന് പറഞ്ഞ് പരിമിതി ഉണ്ട്. ആ തോന്നിയാസിക്ക് പോകാനേ ഈ നാട്ടിലത്തെ മുഴുവൻ സ്ത്രീകളും തോന്നിയാസികളാണ് എന്ന് പറഞ്ഞു വരുത്തലല്ല ന്യായം. എന്റെ വീട്ടിൽ എന്റെ ഭാര്യയോടുകൂടി ഒരു അരമണിക്കൂർ വർത്താനം പറയാൻ എല്ലാവർക്കും അറിയാം. നമ്മളെപ്പോലെ എല്ലാവര് അവരുടെ വീട്ടിലത്തെ എല്ലാ ഫ്രസ്ട്രേഷനും ജീവിതത്തിലെ സങ്കടങ്ങളും പ്രയാസങ്ങളും ഒരു 10 മിനിറ്റ് വർത്താനം പറഞ്ഞാൽ കഴിയും. അന്ന് കേട്ടിക്കാൻ ഞാൻ ഭർത്താക്കന്മാരോട് പറയാൻ, നമ്മുടെ കുട്ടിനോട് വർത്താനം പറയാൻ, ആ വർത്താനം പറയുമ്പം നമ്മുടെ മകനോട് ഇങ്ങനെ വർത്താനം പറയുമ്പോ അങ്ങനെ സൈഡിൽ നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞോളി പറഞ്ഞാൽ നമ്മളെന്താ പറയാ, ചിലപ്പോ നമ്മൾ കൊടുക്കും, അനക്കെന്താ മുഖത്ത് നോക്കി ഇന്നാലെന്ന് പറയും. അത് ഇൻസൾട്ടിങ് ആണ്. നമ്മളെ ചെങ്ങായോട് ഇങ്ങനെ വർത്താനം പറയും, ഫോൺ നോക്കിയിട്ട് ഇജ് പറഞ്ഞോ ഞാൻ കേൾക്കുന്നുണ്ട് പറഞ്ഞാലോ നമ്മൾ വർത്താനം നിർത്തും. നിങ്ങൾ നോക്കിട്ടോ, നമ്മൾ നമ്മുടെ ഭാര്യയോട് സംസാരിക്കുമ്പോൾ ഭാര്യ നമ്മുടെ മുന്നിൽ നിന്നാണ്ട് ശരിയാണില്ലേ കാക്ക, അങ്ങനെയാണില്ലേ, എന്നിട്ട് എങ്ങനെയാണില്ലേ ഇത് ചോദിക്കണം. ഓള് നമ്മുടെ വർത്താനം പറയുമ്പോൾ ടീം വെച്ചിട്ടുണ്ടാവും, പത്ര സൈഡിലുണ്ടാവും, കയ്യിൽ ഫോണുണ്ടാവും. എന്നിട്ട് ഇങ്ങനെ മൂളിക്കൊടുക്കും. അതിനിടയ്ക്ക് നോക്കി നിങ്ങൾ കേൾക്കണില്ലേ, ഞാൻ കേൾക്കുന്നുണ്ട്, ഞാൻ എന്റെ ഇങ്ങനെ മുഖത്ത് നോക്കി ഇങ്ങനെ നിൽക്കുക. ഇതാണ് പ്രശ്നം. നമ്മുടെ മുഴുവൻ കാര്യങ്ങളും നമുക്ക് നടക്കണം. അത് നമ്മൾ പാരമ്പര്യമായിട്ട് ആണുങ്ങൾ ഉണ്ടാക്കിയെടുത്ത സാധനമാണ്. എന്റെ ഇഷ്ടങ്ങൾ എന്റെ വീട്ടിൽ നടക്കണം. ബാക്കിയുള്ളവരെ ഇഷ്ടമോ ബാക്കിയുള്ളവരെ താല്പര്യമോ ആ വീട്ടിൽ നടക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നത് പോലും നിൽക്കുകയാണ്. കുടുംബം കുട്ടിച്ചോറാവും. മക്കള് പിഴക്കണേ നമുക്ക് പിന്നീട് പറയാം. മക്കള് പിഴച്ചു പോകും. ബാപ്പാനെ കിട്ടാത്ത ഒരു വീട്ടിലെ കുട്ടികൾ 10% കൂടി നന്നാവൂല പുതിയ കാലത്ത്. അല്ലെങ്കിൽ അത്ര ഈമാൻ വേണം. നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും നമ്മുടെ സാന്നിധ്യം അവരാഗ്രഹിക്കാൻ എല്ലാത്തിനും ബാക്കിയുള്ളതിന് പറഞ്ഞേക്കാം. PTA മീറ്റിംഗ് ഇജ് പോയിക്കോ, മുനിസിപ്പാലിറ്റിക്ക് ഇജ് പോയിക്കോ, അവിടെ തക്കാറുണ്ട് ഇജ് പോയിക്കോ. പിന്നെ നമ്മളെന്തിനാ പോകാറിയോ, നമ്മളെ പെണ്ണുങ്ങൾ പഠിപ്പിച്ച് വലുതാക്കി 10ാം ക്ലാസ്സിൽ അവൾ ഉറക്കൊഴിച്ച് അവള് ട്യൂഷന്റെ പൈസക്ക് വേണ്ടി അധ്വാനിച്ചൊക്കെ കഴിഞ്ഞിട്ട് A+ കിട്ടി. അപ്പം കാണും ഇൻസൈഡൊക്കെ ചെയ്തിട്ട് അവാർഡാങ്ങാൻ. അപ്പൊ താഴ്ത്തിരുത്തും. ഇന്റെ ബുദ്ധിയാണ്, ഇന്റെ പെരക്കാരെ ബുദ്ധിയാണ്. ഇതുകൊണ്ടാണ് കുടുംബത്തിൽ നമ്മളെ കുറിച്ച് നമ്മുടെ ഭാര്യയ്ക്ക് മതിപ്പില്ലെങ്കിൽ കഴിഞ്ഞു. നമ്മളെപ്പോലെ ഒരാള് നമ്മുടെ പെൺകുട്ടിക്ക് ഭർത്താവായി വരുമ്പോ ഉമ്മാര് ചിലര് തടയാൻ കാരണം എന്തറിയോ, ബാപ്പാനെ കൊണ്ട് ഇടങ്ങേറായിക്കണെന്നുള്ളതുകൊണ്ടാണ്. ഞാൻ ആക്ഷേപിക്കല്ല, ഒരിക്കലല്ല സോങ്ങളെ. പക്ഷെ തിരിച്ച് നമ്മൾ ആലോചിക്കുക, 24 മണിക്കൂറിൽ ചങ്ങായിമാരെപ്പോ നമുക്ക് പോകാൻ സമയമുണ്ടല്ലോ, അങ്ങാടിയിൽ നിൽക്കാൻ സമയമുണ്ടല്ലോ. രാത്രി 11 വരെ അങ്ങാടിയിൽ ഫോണും ഇരുന്നിട്ട് 7 മണിക്ക് നീക്കണിന്റെ ഇടയ്ക്ക് ഭാര്യനോട് വർത്താനം പറയാൻ അരമണിക്കൂർ നേരല്ലെങ്കിൽ ഓൺലൈനിലും ഓഫ്ലൈനിലും ഓട്ടോറിക്ഷയിലും വണ്ടിയിലും മൂല്യമായ രൂപത്തിലും തോന്നിവാസികൾ കാത്തുക്കുന്നുണ്ട്. അവരുടെ വലയിൽ നമ്മുടെ വീട് കുടുങ്ങും, കുട്ടിച്ചോറാകും, മാനം കെടും, ആത്മഹത്യയുണ്ടാകും, ഒളിച്ചോട്ടമുണ്ടാകും, അപമാനം കൊണ്ട് നാട് വിട്ടു പോകേണ്ടി വരും. അതുകൊണ്ട് സമയം ഉണ്ടാക്കുക, ബോധപൂർവ്വം ഉണ്ടാക്കുക. അത് നമ്മുടെ ജീവിതത്തിന്റെ ബാധ്യതയായി നമ്മൾ കണക്കാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് തഖ്വല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ചർച്ചകളിൽ ഇതൊക്കെ വരണം എന്നതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ ഭാഗവും പറയുന്നത്. ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളത്, ഇന്നത്തെ ഖുത്ബയിൽ അവസാനമായിട്ട് പറയാനുള്ളത്, അവരുടെ ഇഷ്ടങ്ങളെ നമ്മൾ ആദരിക്കുകയും നമ്മളാൽ കഴിയുന്ന സഹായം അവർക്ക് ചെയ്തു കൊടുക്കുകയും വേണം. ഇതൊരു അത്ഭുതം എന്താ അറിയോ, ഇവിടെ ഇരിക്കണ ഞാനടക്കമുള്ള മുഴുവൻ ആൾക്കാരോട് ചോദിക്കണം, നമുക്ക് ഏത് ഫുഡാണ് ഇഷ്ടം എന്ന് നമ്മുടെ ഭാര്യക്ക് അറിയില്ലേ? സത്യത്തിൽ നമുക്ക് ഏത് ഫുഡാണ് ഇഷ്ടം നമ്മുടെ ഭാര്യക്ക് അറിയില്ലേ? അറിയും. അതെങ്ങനെ വെക്കണതാണ് ഇഷ്ടം നമ്മുടെ ഭാര്യക്ക് അറിയില്ലേ? അറിയാലോ. നമുക്ക് ഏത് കളർ ഡ്രസ്സാണ് നമുക്കിഷ്ടം നമ്മുടെ ഭാര്യക്ക് അറിയില്ല. അത് സ്റ്റിഫാൻ ഷൈൻ മുക്കിയിട്ടാണോ അല്ല ഇസ്തിരി ഇടാടെയാണോ? ഇസ്തിരി ഇടുകയാണെങ്കിൽ തന്നെ എങ്ങനെ ഇടാന്നൊക്കെ നമ്മളെ പെണ്ണുങ്ങൾക്ക് അറിയില്ലേ? അറിയും. കട്ടൻ ചായക്ക് എങ്ങനെയാണ് മധുരടേണ്ടതെന്ന് വരെ അറിയും. അള്ളാനെ സാക്ഷി നിർത്തിയിട്ട് നമ്മളൊക്കെ ദീനിലുള്ള ആൾക്കാരാണല്ലോ. നമ്മളെ പെണ്ണുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാന്ന് ചോദിച്ചോക്കൊണ്ട് ആത്മാർത്ഥമായിട്ട് ഏതാ ഫുഡ്, ഏത് ഡ്രസ്സാണ് അവൾക്ക് ഇഷ്ടം, ഇടുന്നതല്ല ഇഷ്ടം. എപ്പോഴാണ് അവൾക്ക് ദേഷ്യം, എങ്ങനെ നമ്മൾ പെരുമാറുമ്പോഴാണ് ഇഷ്ടം, എങ്ങനെ പെരുമാറുമ്പോഴാണ് ദേഷ്യം. ചില ആൾക്കാരൊക്കെ ചോദിക്കാൻ തരും, അങ്ങനെയൊക്കെ ഉണ്ടോ അവൾക്ക്?
അതാണ് ജാഹിലിയത്ത്. ജാഹിലിയത്ത് എന്താ അറിയോ? നമ്മള് ഇസ്ലാമിന്റെ നവോത്ഥാനം പറയല് സ്ത്രീകൾക്ക് ആത്മാവില്ല എന്നായിരുന്നു ഇസ്ലാം വരുന്നതിന്റെ മുന്നേ വിശ്വസിച്ചിരുന്നത്. അവിടെ സ്ത്രീയെ മനുഷ്യനായി ഇസ്ലാം പരിഗണിച്ചു. ഞാൻ ചോദിക്കാണ്, വാചകത്തുമെന്ന് നമ്മളെപ്പോലെ ആത്മാവുള്ള ഇഷ്ടങ്ങളുള്ള വാപ്പാന്റെയും ഇമ്മാന്റെയും കുട്ടിയായി നമ്മുടെ മകളുടെ സ്ഥാനത്താണല്ലോ നമ്മുടെ പെണ്ണുങ്ങൾ ഉണ്ടാകുക. വേറെ വാപ്പാന്റെയും ഇമ്മാന്റെയും മകളാണല്ലോ. അവരുടെ ഇഷ്ടം 10-25 കൊല്ലം ജീവിച്ചിട്ട് എന്താന്ന് നമ്മൾ ചോദിച്ചില്ലെങ്കിൽ എന്താ ചിലർ പറയും? ഓർക്കെല്ലാം പറ്റും. അല്ല, ചോദിക്കാത്തോണ്ടാണ്. പിന്നെ അവരുടെ പ്രകൃതി അങ്ങനെയാണ്. വീട്ടില് 4 ആളുണ്ട്. 3 ഓറഞ്ചാ കൊണ്ടുവന്നിക്കണെങ്കിൽ ഓള് പറയും എനിക്ക് ഓറഞ്ച് വേണ്ട അറിയും. അതുപോലെ പ്രകൃത നന്മയാണ്. അതെല്ലാം പറ്റിയിട്ടല്ല, നമ്മൾ അറിയണം. ഇത് ഞാൻ വെറുതെ അങ്ങനെ പറയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, റസൂലിന്റെ വാക്കൊക്കെ ഇന്നീലായാലും റസൂൽ പറയാൻ, ആയിഷ എനിക്ക് അറിയിട്ടോ, ഇദാ കുൻതി അന്നി റാളിയ, എനിക്ക് എപ്പോഴാണ് എന്നോട് ഭയങ്കര ഇഷ്ടം എന്നുള്ളതും, ഇദാ കുൻതി അലയ്യ ഗളബ, എനിക്ക് എപ്പോഴാണ് എന്നോട് കുറച്ചൊരു ചൂടുള്ളതെന്ന് എനിക്കറിയും. നമ്മൾ വീട്ടിലെത്തി നമ്മൾ ജോലി ചെയ്ത് ക്ഷീണിച്ച് വരികയാണെങ്കിൽ നമ്മക്ക് എന്താണ് വേണ്ടത് എന്ന് നമ്മുടെ ഭാര്യക്കറിയുന്നത് പോലെ നമ്മുടെ ഭാര്യ ക്ഷീണിച്ചിരിക്കുമ്പം അവൾക്ക് എന്താണ് വിശ്രമാണോ, ഫുഡാണോ, കൺതള്ളാണോ, അല്ല അലമ്പില്ലാത്തൊരു അന്തരീക്ഷാണോ എന്ന് നമുക്ക് അറിയണ്ടേ? അപ്പോഴല്ലേ നമ്മൾ നല്ല ഭർത്താവാകുക. അല്ലേ സഹോദരങ്ങളെ? വീട്ടിലത്തെ എല്ലാ പണിയും കഴിഞ്ഞിങ്ങനെ വരുന്ന നമ്മളേക്കെന്ന് സാരല്ലട്ടോ എന്നുള്ളൊരു വാക്ക് കേട്ടാൽ ഓർക്ക് മതിയെങ്കിൽ അത് നമുക്കറിയണ്ടേ? അതാണ് ഇഷ്ടം അറിയാന്ന് പറഞ്ഞാൽ. നബി നമ്മോട് പറഞ്ഞാണ് ഇഷ്ടം അറിയണം. ഓർക്ക് ദേഷ്യം വരുന്നൊരു കാര്യം ഉണ്ടെങ്കിൽ എന്താണെന്നറിയണം. അത് നമ്മുടെ ജീവിതത്തിൽ. അതോടൊപ്പം നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യണം. സോങ്ങളെ, എന്താ സഹായം ചെയ്യാനാണ്? എല്ലാവർക്കും അറിയുന്ന പ്രവാചകന്റെ ഹദീസ് പറയാം. എല്ലാവർക്കും അറിയുന്ന പ്രവാചകന്റെ ഹദീസ്, കാന യകൂനു ഫീ മിഹ്നത്തി അഹ്ലി, പ്രവാചകൻ വീട്ടുകാര്യങ്ങളിൽ അവനാനെ കൊണ്ട് കഴിയുന്ന പോലെ സഹായിക്കും. നമ്മൾ ജോലി ചെയ്യണമെന്ന് നമ്മുടെ ഭാര്യമാരെ ആഗ്രഹിക്കണമെന്നില്ല, പക്ഷെ കൂടിക്കൊടുക്കുന്ന ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷം നബിചര്യയാണ്. ആവർത്തിക്കുന്നു, എന്റെ ഭാര്യ അവിടെ ജോലി ചെയ്യുമ്പോൾ ഞാൻ സൈഡിൽ നിന്നിട്ടോട് വർത്താനം പറഞ്ഞത് അവരുടെ ജീവിതത്തിൽ നമ്മൾ നൽകുന്ന ആദരവിന്റെ ഭാഗമാണ്. അതെനിക്ക് സ്വർഗം കിട്ടും. അള്ളാഹുവിന്റെ മീസാനിൽ ഖനം തൂങ്ങും. നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്ന സോങ്ങളെ അത് ചെയ്യുക. രാവിലെ കുട്ടികൾ ഒരുക്കുമ്പം ഒരു കുട്ടിന്റെ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ചെയ്യുക. വസ്ത്രമലക്കുന്നതിൽ എന്തെങ്കിലും ഒന്ന് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ചെയ്യുക. എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഇസ്ലാമിൽ പുണ്യാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. അത് അവരുമായിട്ടുള്ള നമ്മുടെ ഇഷ്ടത്തിന്റെ ഭാഗമാണ്. സമ്പത്തുള്ളവരെ ഞാൻ ഈ പറഞ്ഞതിന് അതേപോലെ എടുക്കണം. സമ്പത്തുള്ളവര് വീട്ടിൽ ഒരുപാട് ജോലി ഉണ്ടെങ്കിൽ, നമ്മുടെ ഭാര്യമാർക്ക് കൂട്ടിയിട്ട് കൂടുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു ക്ഷീണിക്കുന്നെങ്കിൽ, പൈസ ഉണ്ടെങ്കിൽ വീട്ടിലൊരു വേലക്കാരത്തിന് വെച്ചു കൊടുക്കൽ നന്മയുടെ ഭാഗമാണ്, പുണ്യത്തിന്റെ ഭാഗമാണ്. അവിടെ പിശുക്കനാകലുണ്ട്. വളരെ ഗൗരവത്തിൽ പറയണം. പൈസ ഉള്ളവനെന്താ ചോദിച്ചാൽ അവനാന്റെ ടൂറിന് പൈസ ഉണ്ടാവും, വാഹനത്തിന് പൈസ ഉണ്ടാകും, ഡ്രസ്സിന് പൈസ ഉണ്ടാവും. പെണ്ണുങ്ങളോ കുട്ടികളോ എന്തെങ്കിലും ചോദിക്കുമ്പോ അനക്കെന്തിനാ പൈസ, അനക്കെന്തെങ്കിലും ആവശ്യം, കണ്ടമാനുണ്ടല്ലോ. അവനാനാ പറയുന്ന നമുക്ക് ഓല ഇരട്ടിണ്ടെങ്കിലും നമ്മൾക്ക് പുതിയതെടുക്കണി നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. അവർക്ക് നമ്മുടെ പകുതിയാണെങ്കിലും നമ്മുടെ എന്തെങ്കിലും ചോദിച്ചാൽ അനക്ക് കണ്ടമാനുണ്ടാവുമല്ലോ. വീട്ടിൽ എന്തെങ്കിലും പണിയെടുത്തിട്ടേ നമ്മുടെ ഭാര്യമാരെ ചൂണ്ടുവേലിന്റെ ഇവിടെ ഇങ്ങനെ അടയാളം ഉണ്ടാവും. നോക്കിയോക്കോണ്ടി കാലിന്റെ ഉള്ളിൽ ഇങ്ങനെ പഴുത്തിട്ടുണ്ടാവും. ചിലപ്പം തള്ളാൻ പേരിൽ സോപ്പും പൊടി കയറിയിട്ട് ഇതിന്റെ എല്ലാ മാസവും അല്ലെങ്കിൽ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും സൈഡിന്റെ ഒരു ഭാഗം പഴുത്തിട്ടുണ്ടാവും. ഇതൊക്കെ സഹോദരങ്ങളെ പെങ്ങക്കാണെങ്കിൽ നമ്മൾ ആശുപത്രിക്ക് കൊണ്ടുപോകുമല്ലോ, ഉമ്മാക്കാണെങ്കിൽ ആശുപത്രിക്ക് കൊണ്ടുപോകുമല്ലോ, മകക്കാണെങ്കിൽ ആശുപത്രിക്ക് കൊണ്ടുപോകുമല്ലോ. അവനാന്റെ ഭാര്യക്കാവുമ്പം വീട്ടിൽ പൈസ ഉണ്ടെങ്കിൽ മറ്റൊരാളെ വേലക്ക് വെക്കാൻ പറ്റുമെങ്കിൽ സഹോദരങ്ങൾ അത് ചെയ്യൽ പുണ്യാണ്. ക്ഷീണിക്കും. ഞാൻ നേർക്കുനേരെ ഇങ്ങനെ പറയുന്നു, ക്ഷീണിക്കുമ്പം പ്രായം തോന്നും. കുറച്ചു കഴിയുമ്പം നമ്മൾക്ക് ആരോഗ്യമുണ്ടാകുമ്പോഴും നമ്മുടെ ഭാര്യയ്ക്ക് ശാരീരികമായി പ്രയാസങ്ങൾ വരുമ്പോൾ നമുക്ക് ദേഷ്യം വരും. അന്ന് നമുക്ക് തോന്നും ഇതിന്റെ മുഴുവനും കാരണം ഓര് അങ്ങാടി പോയിട്ട് പണിയെടുത്തിട്ടല്ല, അല്ല പിന്നെ വീട്ടിൽ നമ്മളെയും നമ്മുടെ കുട്ടിനെയും കുടുംബത്തിൽ നോക്കിയിട്ട് ക്ഷീണിച്ചതാണ്. അതിന് നമുക്ക് പരിഹാരം പകുതിയെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റെങ്കിൽ ചെയ്തു കൊടുക്കണം. ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കുടുംബത്തിലാണ് സന്തോഷം ഉണ്ടാകുക. ചെറിയൊരു കാര്യം കൂടി പറയാൻ, 2 ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ സഹോദരൻ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്ക് അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചിട്ട് 1 വർഷം തികയുന്നതിന്റെ
ഒരു ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, ബാപ്പയും ഉമ്മയും മരിക്കുമ്പോഴാണ് യത്തീമാവുക എന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? ആ വാചകത്തിലെല്ലാം ഉണ്ട്. സത്യത്തിൽ നമുക്കുള്ളൊരു മുന്നറിയിപ്പാണ്. അതിന്റെ അർത്ഥം യത്തീമിന്റെ ഡെഫിനിഷൻ മാറ്റണം എന്നല്ല, ബാപ്പിമ്മി മരിച്ചാൽ മാത്രമാണ് യത്തീമാകുക നിങ്ങളോട് ആരാ പറഞ്ഞത്? ഒരു കൊല്ലായിട്ട് പെണ്ണുങ്ങളില്ല, ഒരു കൊല്ലായിട്ട് പെണ്ണുങ്ങളില്ല, ഭാര്യ ഒന്നും ഇല്ലാതായി നോക്കണം സോങ്ങളെ. നിങ്ങളുണ്ടല്ലോ നമ്മളെ വല്യാപ്പാരൊക്കെ കുടുംബസംഗമത്തിന് ഇങ്ങനെ 10-100 ആൾക്കാർ വന്നിട്ട് അതിലിങ്ങനെ അവനാന്റെ വീട്ടിലാണെങ്കിൽ ചെരുപ്പ് ഇങ്ങനെ കൂടിയിട്ടുണ്ടാകും. നമ്മളെ വാപ്പ ഇങ്ങനെ കയറി സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് വാപ്പ ഇങ്ങനെ ചെരുപ്പിന്റെ അടിക്ക് നോക്കും. ഉമ്മാന്റെ ചെരുപ്പിലുണ്ടെങ്കിൽ വാപ്പാക്ക് ഒരു സന്തോഷാണ്. എന്തേ സോങ്ങളതിന് കാരണം? ഉമ്മാനോട് ചായ എടുക്കാൻ പറഞ്ഞ ബാക്കിയൊന്നും പറയണ്ട. മക്കളും മരുക്കളും കുടുംബക്കാരും അത്രയും കാലം സ്നേഹിച്ചോട്ട് മുഴുവൻ ചായ എടുക്കാൻ വേണ്ടി പറഞ്ഞ മിനിമം 4 ചോദ്യം ചോദിക്കും. പഞ്ചാര വേണോ, കടുപ്പം വേണോ, കാപ്പി വേണോ, എങ്ങനെ എടുക്കേണ്ടത്? ഉമ്മ ഉണ്ടെങ്കിൽ വാപ്പാക്ക് സമാധാനാണ്. ആ വാപ്പയാ നമ്മള്. നമുക്കങ്ങനെ കാലം വരും. വീട്ടിൽ 3 മക്കളുണ്ട്. വാപ്പാരെ 3 മക്കളുണ്ട്. ഇവിടുന്ന് ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വീട്ടിങ്ങനെ പോകുമ്പോ നമ്മൾ വീട്ടിക്ക് വെറും കയ്യിൽ പോണ്ടാന്ന് കരുതിയിട്ട് നമ്മളിങ്ങനെ കയറും. 3 മിഠായി വാങ്ങും. ആ 3 മിഠായി ആയിട്ട് കൊടുക്കും. മക്കൾ ഭയങ്കര സന്തോഷത്തിൽ കഴിക്കും. അൽഹംദുലില്ലാ. പക്ഷെ ആ വീട്ടില് 3 ആൾക്കാരല്ല ഉള്ളത് നമ്മളെ കാത്തിക്കണ്. 4ാമത്തെ പെണ്ണുങ്ങളും കൂടി ഉണ്ട്. അവൾക്ക് കൂടി ഒരു മിഠായി വാങ്ങി അത് വലത്തെ പോക്കറ്റിലിട്ട് 3 ഇടത്തെ പോക്കറ്റിലിട്ട് 3 മിഠായി കുട്ടിയാ കൊടുത്ത് അവരത് ആസ്വദിച്ച് കഴിക്കാൻ വേണ്ടി പോകുമ്പം 4ാമത്തെ മിഠായിയോ എന്താകട്ടെ ചോക്ലേറ്റോ അതെടുത്തിട്ട് ഭാര്യയ്ക്ക് നിനക്ക് വേണ്ടി വാങ്ങിയതാന്ന് പറയുമ്പം സഹോദരങ്ങളെ, അവൾ അത് കഴിക്കുമ്പം ആ ആനന്ദത്തിന്റെ കൂടെ ഒരിഷ്ടമല്ലങ്ങനെ കൊടുക്കും. ആ ഇഷ്ടത്തിന്റെ പേരാണ് ഇസ്ലാമികമായ ദാമ്പത്യം. അത് നമ്മളേക്ക് ഉണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നാഥ നീ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച മുഴുവൻ പാപങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവേ, നാളെ പരലോകത്തിൽ സ്വന്തം ഇണകളോട് കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുകയും ജീവിക്കുകയും ചെയ്ത ഏറ്റവും സൗഭാഗ്യവാന്മാരിൽ സ്വർഗം ലഭിക്കുന്നവരിൽ നാഥ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ പെരുമാറ്റങ്ങളിൽ, ഞങ്ങളുടെ സംസാരങ്ങളിൽ, ഞങ്ങളുടെ ഇടപെടലുകളിൽ നാഥ ഞങ്ങളുടെ ഇണകൾക്ക്, ഞങ്ങളുടെ കുടുംബത്തിന് മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ റഹ്മാനായ നാഥ നീ ഞങ്ങൾക്കത് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും നീ വർദ്ധിപ്പിച്ചു നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, അംബിയ മുർസലീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ കുടുംബസമേതം ഒരുമിച്ച് ചേരാൻ നാഥ നീ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും തൗഫീഖ് നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ശാരീരികമായും സാമ്പത്തികമായും കുടുംബപരമായും ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകൾ, എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് നാഥ രോഗശമനം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, തൊഴിലിന്റെ വിഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നാഥ ജോലി നൽകുകയും അധ്വാനിക്കുന്നവർക്ക് നാഥ ഹലാലായ വർധനവ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന സാധുക്കളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സമാധാനവും സമാശ്വാസവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين.